الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് റമദാൻ 16 എത്ര പെട്ടെന്നാണ് റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞത്. ഇനി വളരെ പരിമിതമായ ദിവസങ്ങളെ നമ്മളുടെ മുമ്പിലുള്ളൂ എന്ന ശ്രദ്ധയോടെ ഓരോ സമയവും ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണമെന്ന് ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഹിജറ 2-ാം വർഷത്തിൽ ഇസ്ലാമിലെ ആദ്യത്തെ പ്രതിരോധ യുദ്ധത്തിന് അല്ലാഹു തആല അനുവാദം കൊടുക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ എന്ന അർത്ഥത്തിൽ വരുന്ന ബദർ, പക്ഷേ ഇവിടെ ബദർ ഉപയോഗപ്പെട്ടത് ഒരു സ്ഥലപ്പേരിനോട് ചേർത്തുകൊണ്ടാണ്. സ്വാഭാവികമായും ആളുകൾ ഇസ്ലാമിക ലോകത്തിലെ പ്രവാചക ജീവിതത്തിലെ ആദ്യത്തെ യുദ്ധം പല രൂപത്തിലും സ്വീകരിക്കപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ബദറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഒരു വിശ്വാസിക്ക് ബദറിൽ നിന്ന് ലഭിക്കാനുള്ള ഗുണപാഠങ്ങൾ എന്താണ്, എങ്ങനെയാണത് വിശ്വാസിയെ സ്വാധീനിക്കുന്നത്. ഇന്ന് പലപ്പോഴും ആളുകൾ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചില വിഷമങ്ങൾക്ക്, വേദനകൾക്ക് അവരോട് തേടാനും അവരോട് ചോദിക്കാനും 313 എന്ന നമ്പർ പോലും വ്യവസായവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ ബദരീകളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്ന അഭിപ്രായങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് 319 എന്നാണ്.
അതല്ല 304 306 309 313 314 316 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് 319, ഒരു ഏകദേശ കണക്ക് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയത്. സ്വാഭാവികമായും ഇന്ന് പശ്ചിമേഷ്യ അങ്ങേ കലങ്ങിമറിയുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാം ഒരു ഭീകരവാദമാണെന്ന് ചിത്രീകരിക്കാൻ ആളുകൾ ശ്രമിക്കാറുമുണ്ട്. ഒരു സ്വതന്ത്ര രാജ്യത്ത് പോയിട്ട് അറ്റാക്ക് നടത്തിയിട്ട് അവരെ യുദ്ധത്തിലേക്ക് നിർബന്ധിച്ച് വലിച്ചഴച്ചിട്ട് അവർ ഭീകരവാദികളാണ് എന്ന് പറയിപ്പിക്കുന്ന തന്ത്രം പണ്ട് മുതലേ ശത്രുക്കളുടെ ഭാഗത്ത് കാണാൻ സാധിക്കും. ബദറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബദറിൽ പ്രവാചകൻ അങ്ങോട്ട് പോയി ഒരു അറ്റാക്ക് ചെയ്തതല്ല. അബൂ സുഫിയാനും കൂട്ടരും കച്ചവടം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരെ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. നമ്മൾ വിചാരിക്കും, എന്തിനാണ് അബൂ സുഫിയാനെ തടയുന്നത്? അവരുടെ കയ്യിലുള്ള സമ്പത്തിനെ ലക്ഷ്യമാക്കി തന്നെ പോയതാണ്. കാരണം അത് മുസ്ലിമീങ്ങളുടെ സ്വത്താണ്. മക്കയിൽ ഇവരുടെ സ്വത്തുമായിട്ടാണ് അബൂ സുഫിയാനും കൂട്ടരും കച്ചവടത്തിന് യാത്ര തിരിച്ചത്. ഇനി ആ സമ്പത്ത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് പടപ്പുറപ്പാടിനുള്ള നീക്കവും. അത് മനസ്സിലാക്കിയ പ്രവാചകൻ തന്റെ അനുചരന്മാരെ കൂട്ടി അവരെ പ്രതിരോധിക്കാൻ, പക്ഷെ അവർ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു പോയി. എന്നാൽ മക്കയിലേക്ക് വിവരം അറിയിച്ചിരുന്നു, തന്നെ ചില ആളുകൾ വന്ന് തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് പക തീർക്കാൻ പറ്റിയൊരു സാഹചര്യമെന്ന് കരുതി ബദറിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ വളരെ മോശക്കാരെന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ച് മക്കയിൽ നിന്ന് കഴിയാവുന്ന ആളുകളെ കൂട്ടി അവർ പുറപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യഘട്ടങ്ങളിലൂടെ അവർ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് വന്ന സ്വഹാബത്തിനിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നു. ഇനി മടങ്ങിപ്പോകണോ, അതല്ല വീണ്ടും അവരെ ഫോളോ ചെയ്യണോ, എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ ഒരു മുഷാവറകളുടെ തീരുമാനങ്ങൾക്ക് പിന്നാമ്പുറങ്ങളിലാണ് ബദർ എന്ന് പറയുന്ന മണ്ണിൽ രണ്ട് സംഘവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇതൊരു തുടക്കം സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് പ്രവാചകൻ ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാം, മക്ക കാലഘട്ടങ്ങളിലൂടെ പ്രവാചകനെ അങ്ങേയറ്റം പീഡിപ്പിച്ചിരുന്ന ജനത. മക്ക എന്ന് പറയുന്നത് മണൽത്തരികളല്ല, പാറനിബിഡമാണ് മക്ക. അവിടെയാണ് അള്ളാന്റെ ഹബീബിനെ ചവിട്ടിമതിച്ചത്. അവിടെയാണ് പ്രവാചകന് നൊമ്പരങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അവിടെയാണ് പ്രവാചകന്റെ അനുയായികൾക്ക് ത്യാഗമുണ്ടായത്. അമ്മാർ ഇബ്നു യാസിറിന്റെ കുടുംബത്തോട് യാസിർ കുടുംബമേ ക്ഷമിച്ചാലുമെന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, നിങ്ങൾ നോക്ക്, ശരീരത്തിൽ നിന്ന് തല അറുത്തുമാറ്റുമാറ്, രക്തം ചീറിയൊലിക്കുമാറ് സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചൊരു പലകക്ക് മേലെ മലർത്തിക്കിടത്തി മർമ്മഭാഗത്തിലൂടെ കുന്തം താറ്റിയിറക്കി മാതാവിനെ കൊല ചെയ്യുമാറ് പീഡിപ്പിച്ചു വന്നൊരു ജനതയോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അള്ളാന്റെ അനുമതിക്ക് വേണ്ടി കാത്തുനിന്നത്. ഇന്ന് പ്രവാചകൻ മക്കയുടെ മണ്ണിൽ നിന്ന് ആദ്യം പ്രവാചകന്റെ അനുയായികൾ അബ്സീനിയയിലേക്ക് ഹിജ്റ പോവാൻ, പിന്നീട് ത്വായിഫിന്റെ മണ്ണിൽ ഉമ്മാന്റെ നാട്ടുകാരുള്ള ത്വായിഫിന്റെ മണ്ണിൽ ഒന്ന് പോയി. പിന്നെയും മണ്ണിൽ ആ മക്കയിൽ നിൽക്കാൻ കഴിയണില്ല. അവസാനം അല്ലാഹുവിന്റെ അനുവാദങ്ങൾ കടന്നു വരുമ്പോ, നിങ്ങൾക്കിനി മദീനയാണ് നല്ലത് നബിയേ, യസ്രിബിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പാരായണം ചെയ്യാണ്. ആ യസ്രിബിന്റെ പേര് മാറി മദീനത്തുർ റസൂലില്ലാഹ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പട്ടണമാണ്. അത് പ്രവാചകന്റെ പട്ടണമാണ്. അവിടുത്തെ ഭരണാധികാരി പ്രവാചകനാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു പേരാണ് യസ്രിബ്. ഒരു ദുഷ്ടനായ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട പേരാണത് മദീന. അതുപോലെ ത്വയ്ബ, പ്രവാചകൻ പറഞ്ഞില്ലേ ഹാദിഹി ത്വയ്ബ, ആ പ്രവാചകന്റെ മദീനക്ക് നേരെയാണ് ഇനി അറ്റാക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമെടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടി അവിടെ തയ്യാറെടുക്കുകയാണ്. ഇനി ബദർ ലോകത്തോട് നൽകുന്ന പാഠങ്ങൾ എന്താണ്? ഒന്നാമതായി അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ പറഞ്ഞു, ആര് അഹങ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിലനിൽപ്പില്ല എന്ന് തെളിയിച്ച യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റാ,
അഹങ്കാരികളായി തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. അഹങ്കാരികളായി മുഹമ്മദിനെ തീർത്തു കളയാമെന്ന് പറഞ്ഞ് കടന്നു വന്നവരാണ്. 1000ഓളം വരുന്ന പടയാളികളുണ്ട്. പ്രിയമുള്ളവരെ, ആയുധ സമ്പത്തുകളുണ്ട്, കുതിരപ്പടയാളികളുണ്ട്, ഒട്ടക സമ്പത്തുകളുണ്ട്. 17 ഒട്ടകങ്ങളെ വരെ അറുത്തവരാ ദിവസങ്ങളിലൂടെ ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ്. അവരുടെ കൂടെ നർത്തകികളുണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്. ഉല്ലസിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളോട് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അഹങ്കാരികളായി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. അവരുടെ അഹങ്കാരത്തിന്റെ മൊനയൊടിച്ചു കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം അവര് നോക്കുമ്പോ ഓപ്പോസിറ്റിലുള്ള 300ഓളം വരുന്ന ആളുകളാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്, കാരക്കയുടെ ചീളുകൾ വായിൽ വെച്ച് മധുരം നുകർന്ന്. നിങ്ങൾ നോക്ക്, മടിക്കെട്ടിലൂടെ കെട്ടിവച്ചിരുന്നവർ, അടുത്ത സ്വഹാബത്തിന് കൈമാറിയിരുന്നവർ ആ പട്ടിണിക്കോലങ്ങളാണ്. നിങ്ങൾ നോക്കണം, യാത്ര പുറപ്പെടുമ്പോ 70ഓളം വരുന്ന ഒട്ടകങ്ങളാണ്, 2 കുതിരകളാണ്. 300 ചില്ലാനം വരുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രം. അതുകൊണ്ട് കുറെ ആളുകൾ നടക്കും, കുറെ ആളുകൾ യാത്ര ചെയ്യും. 3-4 ആളുകൾക്ക് ഒരൊട്ടകമാണ്. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ നടക്കാൻ, അങ്ങനെ ഊഴമിട്ട് നടന്ന്, അതും നോമ്പ് നിർബന്ധമാക്കിയ ആദ്യ വർഷത്തില്. ആലോചിച്ചു നോക്കേ, നോമ്പ് നിർബന്ധമാക്കിയ ആദ്യ വർഷത്തില്. പക്ഷെ അവരുടെ മനസ്സിൽ അള്ളാഹുവിന് സ്ഥാനമുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള താഴ്മ അവർക്കുണ്ടായിരുന്നു, വിനയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുന്നുണ്ട്. എല്ലാ അഹങ്കാരങ്ങളുമായി കടന്നു വന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇല്ലായ്മ ചെയ്യുമ്പോ, പ്രിയമുള്ളവരെ, ആയുധങ്ങളിട്ട് ജീവൻ കൊണ്ട് ഓടിച്ചോടി പോകുമാറ്, പലരുടെയും ജീവൻ നഷ്ടപ്പെടുമാറ് ബദറിന്റെ രണഭൂമിക്ക് സമാപനം കുറിക്കുമ്പോ അള്ളാന്റെ ഖുർആനിന്റെ വാക്ക് അടിവരയിട്ട് വെക്കേണ്ടതാണ്. അഹങ്കാരികൾക്ക് റബ്ബിന്റെ മുമ്പിൽ നിലനിൽപ്പില്ല. വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റാ. അഹങ്കാരികളായി ഇറങ്ങിത്തിരിച്ചവരെ പോലെ ആകാൻ പാടില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ സഹായിക്കാനുള്ള മനസ്സുണ്ടോ? അല്ലാഹു തആല നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അള്ളാഹിനെ സഹായിക്കാനുള്ള മനസ്സുണ്ടോ നമുക്ക്? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നമ്മൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു തിരിച്ച് നമ്മളെ സഹായിക്കും. വൈസബ്ബിത അഖദാബക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഖുർആനിൽ കാണില്ലേ, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ലാ. നിങ്ങളെന്ന് ദുർബലരായിരിക്കേ ബദറിന്റെ രണഭൂമിയിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നാണ്. നിങ്ങളന്ന് ദുർബലരായിരുന്നു, പക്ഷെ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദറിന്റെ രണഭൂമിയില് അള്ളാന്റെ സഹായങ്ങൾ നിസ്സാരല്ല കേട്ടോ, അല്ല. ആ സഹായത്തിന്റെ പുറത്താണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്. ഒന്ന്, ആ യുദ്ധത്തിന്റെ തലേ രാത്രി മുതൽ അല്ലാഹു പറയാണ്, ഇത് നിർഭയത്വത്തോടുകൂടെ അള്ളാഹു അവരെ ഉറക്കിക്കിടത്തുകയാണ്. ആ യുദ്ധത്തിന്റെ തലേ രാത്രിയില് നിർഭയത്വത്തോടുകൂടെ അള്ളാഹു അവരെ ഉറക്കിക്കിടത്തിയെന്നാണ്. എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക? 3 ഇരട്ടി വരുന്ന ശത്രുസേന മുന്നിലാണ്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവർ സുസജ്ജരാണ്. അവര് ഭക്ഷണം കഴിച്ച് ആരോഗ്യ ദൃഢഗാത്രരായിട്ടാണ് നിൽക്കുന്നത്. 3-ലധികം ആളുകൾ ഒരാൾ ഫൈറ്റ് ചെയ്യണം, അതും ആയുധങ്ങളുള്ള ഇത്രയും ആളുകളോട് പിടിച്ചു നിൽക്കാൻ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അതും മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് ബദറിലേക്കുള്ള മരുഭൂമികളിലൂടെയുള്ള യാത്ര. അത് കുറെ നടന്നിട്ടാണ്, കുറെ ഭക്ഷണമില്ലായിട്ടാണ്, നോമ്പിന്റെ സാഹചര്യങ്ങളിലാണ്. പക്ഷെ അല്ലാഹു പറയാണ്, നിർഭയത്വത്തോടുകൂടെ അല്ലാഹു അവരെ ഉറക്കിയത് ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാൻ. ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാണ്. വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാആ. ഉപരിഭാഗത്തുനിന്ന് അല്ലാഹു മഴ വർഷിപ്പിച്ചു കൊടുക്കുകയാണ്. മഴ വന്നു ബദറിന്റെ തലേ ദിവസം. മഴ പെയ്തെങ്ങനെ അനുഗ്രഹയെ? മുസ്ലിങ്ങൾ ടെന്റ് കെട്ടിയത് കിണറിന്റെ ഭാഗത്താൻ. കാരണം മുസ്ലിങ്ങൾക്ക് ടെന്റ് കെട്ടിയാൽ വെള്ളമെടുക്കാം, ശത്രുക്കളെ വെള്ളത്തിൽ നിന്ന് തടയാം. പക്ഷെ അവിടുത്തെ മണ്ണ് അത്ര അനുയോജ്യമായൊരു മണ്ണല്ല. ശത്രുക്കളുടെ ഭാഗത്തെ മണ്ണ് ഉറച്ചു നിന്ന് പോരാടാൻ അനുയോജ്യമായ മണ്ണാണ്. പക്ഷെ അല്ലാഹു ആ മഴ വർഷിപ്പിക്കുന്നതോടുകൂടെ
ആ മണ്ണ് പോലും മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി മാറി, ശത്രുക്കൾക്കത് പ്രയാസമായി. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു അവിടെ മഴ വർഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്വഹാബാക്കളെ ശുദ്ധീകരിക്കാനാണ്, അവരുടെ മനസ്സുകളിൽ ശൈത്താൻ ഇട്ട് കൊടുക്കുന്ന മാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ്. അതായത് അബൂ സുഫിയാനെ തടയാൻ വേണ്ടി പോയവർ പിന്നീട് ബദറിലേക്ക് നീങ്ങുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നു, പോകണോ മടങ്ങണോ? പക്ഷേ ഉറപ്പിച്ചു നിർത്തി അല്ലാഹു അവരെ. അവരുടെ മുഷാവറകൾക്കിടയിൽ അവരെടുത്ത തീരുമാനത്തിൽ അവരൊറ്റക്കെട്ടായി അവിടെ നിലകൊണ്ടു എന്നുള്ളതാണ്. മാത്രമല്ല അല്ലാഹു പറഞ്ഞത് അവരുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താനാണ് അല്ലാഹു മഴ വർഷിപ്പിച്ചതെന്ന്. വീണ്ടും ഖുർആൻ പറയാൻ, അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെയുള്ള ആയിരക്കണക്കായ മലക്കുകളെ കൊണ്ട് അല്ലാഹു ബദറിന്റെ രണഭൂമിയിലൂടെ മുസ്ലിമീങ്ങളെ അല്ലാഹു സഹായിച്ചു എന്നാണ്. ബദരീങ്ങൾക്ക് നമുക്കറിയാം, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബദരീങ്ങൾ ഉന്നതമായ സ്ഥാനമുള്ളവരാണ്. എന്നാൽ അതുപോലെ മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലായിക്കത്തുകൾക്ക് പ്രത്യേകമായ മഹത്വമുണ്ട് എന്നാണ്. അവരുടെ കൂട്ടത്തിലുമുണ്ട് ബദരീങ്ങൾ. ആയിരക്കണക്കായ മലക്കുകൾ അല്ലാഹു തആല പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പാവപ്പെട്ട ആളുകളൊക്കെ ഇനി നാളത്തെ ദിവസമൊക്കെ പള്ളി മിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാൻ. ബദരീങ്ങളുടെ പേരിലുണ്ടാക്കിയ മജ്ലിസുന്നൂറാണത്. മരിക്കണ നേരത്തെ ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ പടച്ചോനെ. നിങ്ങൾ ഈ ആയത്ത് വെച്ചൊന്ന് പഠിച്ചു നോക്ക്. ബദറിന്റെ രണഭൂമിയില് 300 ചില്ലാനം വരുന്ന ശുഹദാക്കൾക്കെതിരെ ശത്രുക്കളുടെ കൂടെ പോരാടിയ ആളാണ് ഇബ്ലീസ്. ആ 300 ചില്ലാനം വരുന്ന ബദരീങ്ങളെ കണ്ട് ഇബ്ലീസ് ഓടിയിട്ടില്ല. പിന്നെ ഇബ്ലീസ് ഓടിയത് എപ്പോഴാണെന്നറിയോ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇബ്ലീസ് ഓടിയതെങ്കിൽ, ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ ആ ബദരീങ്ങളെ കണ്ടിട്ടല്ലേ ഇബ്ലീസ് ഓടിയത്. അല്ലാഹന്റെ ഖുർആനാണ്. ബദരീങ്ങൾക്കെതിരെ ആ രണഭൂമിയിൽ ഉറച്ചു നിന്ന് പോരാടിയ ആളാണ് ഇബ്ലീസ്. കാരണം അവൻ തിന്മയുടെ വക്താവാണ്. അബൂജഹലിന്റെ കൂടെ നിന്ന് പോരാടിയ ആളാണ്. പക്ഷെ അള്ളാന്റെ മലക്കുകൾ പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് കാവല് ചോദിക്കേണ്ടത് അള്ളാനോടാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്തം നടത്തുന്ന ശൈത്താനിന്റെ ഷർറിൽ നിന്ന് ജനങ്ങളുടെ രാജാതിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു. ചോദിക്കേണ്ടത് അല്ലാഹനോട്. പ്രിയമുള്ളവരെ, ബദറിൽ ഇവർ അല്ലാഹനെ സഹായിക്കാൻ തയ്യാറായപ്പോ, അവനോട് തേടാൻ തയ്യാറായപ്പോ, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹ് പറയാണ്, അവരല്ലാഹനോട് ഇസ്തിആസ ചെയ്തു. സഹായം ചോദിക്കേണ്ടത് ആരോടാണ്? ബദരീങ്ങൾ തേടിയത് പോലും അല്ലാഹ്. ഇത് തസ്തഈസൂന റബ്ബക്കും, അവരുടെ റബ്ബിനോട് അവരെ സഹായം തേടുമ്പോ അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കായ മലക്കുകളെ കൊണ്ട് അല്ലാഹു അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹനെ സഹായിക്കാനുള്ള തീരുമാനമുണ്ടോ? അല്ലാഹു നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. എങ്ങനെ അല്ലാഹനെ സഹായിക്കുക? അവന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക, അവന് വഴിപ്പെടാ, അവനോട് മനസ്സ് തുറക്ക. അവന്റെ മാർഗത്തിലുള്ള നിലനിൽപ്പാണ് അല്ലാഹന്റെ സഹായം ഉണ്ടാവും. മറ്റൊരു വിഷയം, ബദർ നമുക്ക് നൽകിയ പാഠം സ്വർഗം വേണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. സ്വർഗീയ അനുഭൂതിയാണ്. യുദ്ധത്തിന്റെ ആഹ്വാനങ്ങൾ കടന്നു വരാണ്. അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങാനുള്ള കൽപ്പന വരുമ്പോ ഹൈതമാ റളിയല്ലാഹുവിന്റെ മകനായ സഅദ് റളിയല്ലാഹുവിന്റെ വീട്ടിലൂടെ സംസാരത്തിലാണ്. ശബ്ദം കേട്ട് സഅദ് റളിയല്ലാഹുവിന് പുറത്തു പോയി തിരിച്ചു വരുമ്പോ അവിടെ നീതാ വാളെടുത്തുകൊണ്ടിറങ്ങാൻ ഒരുങ്ങുമ്പോ ഹൈതമാ റളിയല്ലാഹുവിന് ചോദിക്കുന്നുണ്ട്, മകനെ എവിടേക്കാണ് റസൂലുള്ളാഹി പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്? ഹൈതമാ റളിയല്ലാഹുവിന് പറയാണ്, വാപ്പയാണ് പുറപ്പെടുന്നത്. സഅദ് റളിയല്ലാഹുവിന് പറഞ്ഞു, അല്ല, ഞാൻ ചെറുപ്പക്കാരനല്ലേ,
വാപ്പ പറഞ്ഞു, എനിക്ക് പ്രായമായില്ലേ, ഇനി ഒരു അവസരങ്ങളെ ലഭിച്ചുകൊള്ളണമെന്നില്ല. ഒരാൾക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബ് അനുവാദം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, വാപ്പയും മകനും തമ്മിലുള്ള തർക്കം ഇങ്ങനെ നീണ്ടുപോകുമ്പോ അവസാനം നറുക്കെടുപ്പിലേക്ക് മാറുകയാണ്. നറുക്ക് വീണതും വാപ്പാന്റെ മുഖമങ്ങ് പാടുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പുറപ്പെടുകയാണ്. ബദറിന് വേണ്ടി സമാപനം കുറിക്കുമ്പോ 14ഓളം വരുന്ന ശുഹദാക്കളുടെ പേരുകളെ കാണുമ്പോ അതിലൂടെ വായിക്കാം, സഅദ് ഇബ്നു ഹൈതമ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണെങ്കിൽ അടുത്തത് ഉഹദിന്റെ രംഗം വരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഹൈതമ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. റസൂലേ, എന്റെ മകൻ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഉഹദിന്റെ രണഭൂമിയിൽ അങ്ങനെക്ക് അനുവാദം നൽകുമോ നബിയേ? പ്രിയമുള്ളവരെ, ഉഹദിന്റെ ശുഹദാക്കളില് 70-ലധികം വരുന്ന സ്വഹാബത്ത് ഷഹീദാകുമ്പോ അതിലൂടെ കാണാ ഹൈതമ റളിയല്ലാഹു അൻഹു. എന്തേ മോഹമുള്ളൂ? സ്വർഗം വേണമെന്ന്. അതിനപ്പുറമൊന്നുമില്ല. നിങ്ങൾക്കറിയോ, ബദറിന്റെ രണഭൂമിയിൽ ദ്വന്ദ്വയുദ്ധത്തിലൂടെ ആദ്യമായി ഷഹീദായത് മഹാനായ ഉബൈദ, പ്രായാധിക്യം കൊണ്ട് തളർന്നു വന്ന ഉബൈദ. രണഭൂമിയിലെ ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി രണ്ടു കൂട്ടർ മണിനിരക്കുമ്പോ ഉത്ബത്തും ഷൈബത്തും വലീദും അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോ മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് കടന്നു വന്നത് അൻസാറുകളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. മക്കയിൽ നിന്ന് വന്നവരെവിടെ? അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. പ്രായം പോലും നോക്കാതെ ഉബൈദ റളിയല്ലാഹു അൻഹു ഇറങ്ങി. അലി റളിയല്ലാഹു അൻഹു ശത്രുവിനെ പരാജയപ്പെടുത്തി. ഹംസ റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്തി. പ്രായാധിക്യം കൊണ്ട് തളർന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു ഒരുപാട് നേരം ശത്രുവിനോട് പോരടിച്ചുകൊണ്ട് കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന്റെ നേരെ വീണ്ടും ശത്രു വാളുകൊണ്ട് ആഞ്ഞു വെട്ടുമ്പോ പലതവണ തടുക്കാനുള്ള ശ്രമങ്ങളിലൂടെ കൈക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണഭൂമി ഉബൈദയുടെ രക്തത്താൽ ചുകന്നു പോകുമ്പോ തളർന്നു കിടക്കുന്ന ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുത്ത് റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല, നബിയേ, എന്തിനാ ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അന്നവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാൻ മോഹിച്ചവനാണ്. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്ന് മരിച്ചാൽ ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഉബൈദ, നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ്. എവിടെ വെച്ച് മരിച്ചാലും ഷഹീദാണ്. എപ്പോഴും പുഞ്ചിരിക്കുന്ന റസൂലുള്ളാഹിന്റെ മുഖം കണ്ണ് നിറഞ്ഞ നിമിഷമാണ്, മുഖം വാടിയ നിമിഷമാണ്. എവിടെ വെച്ച് ഷഹീദായാലും മരിച്ചാലും നീ ഷഹീദാണ് ഉബൈദ. സ്വർഗം വേണം, സ്വർഗം വേണം. റമദാനിന്റെ ഏത് പ്രവർത്തനങ്ങളിൽ പോകുമ്പോഴും ബദർ ഒരു പാഠമായി നിൽക്കട്ടെ. എന്തിനാ ജമാഅത്തിനോടി വരണത്? അള്ളാന്റെ സ്വർഗത്തിനാണ്. ഇനി അവസാന പത്തില് ഇവിടെ ഖിയാമുൽ ലൈലുകളുണ്ട്. സുദീർഘമായി ഖുർആൻ ഓതി നിസ്കരിക്കാൻ എന്തിനാ ഓടി വരുന്നത്? അള്ളാന്റെ സ്വർഗത്തിനാണ്. എന്തിനാ അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്? അള്ളാന്റെ സ്വർഗത്തിനാണ്. ബദർ നൽകിയ ഒരേ ഒരു ലക്ഷ്യം കണ്ടോ? സ്വർഗം വേണം. മറ്റൊന്ന് മഹബ്ബത്തുർ റസൂലാണ്. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ്. അവരുടെ ജീവിതത്തിൽ നയലിച്ചു കാണാം. നബിയോടുള്ള ഇഷ്ടം കാണാം അവർക്ക്. നമുക്കറിയോ, ആദ്യഘട്ടങ്ങളിലൂടെ എന്ത് വേണം തീരുമാനിച്ചു. അവര് മുഷാവറയിലെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു, ഇംളി ബിമാ അമറല്ലാഹ്, അല്ലാഹ് എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അതുപോലെ ചെയ്തു. ഞങ്ങളുണ്ടാവും. മദീനക്കാരായ അൻസാറുകളിൽപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ, അങ്ങ് അവിടെ ടെന്റിലിരുന്നാ മതി, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. ഞങ്ങളുടെ തൊണ്ടക്കുഴിയിലൂടെ 50 അറക്കിന് കണ്ടാൽ അങ്ങ് മടങ്ങണം മദീനയിലേക്ക്. അവിടെ അങ്ങയെ സ്വീകരിക്കാൻ ആളുകളുണ്ടാവും. അങ്ങൊരു സമുദ്രത്തിൽ ഊളയിട്ട ഞങ്ങൾ ഊളയിടും. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ നന്ദികേടിന്റെ വാക്ക് ഞങ്ങൾ പറയില്ല റസൂലേ. അത്ര വലിയ ഇഷ്ടമുണ്ട് അവർക്ക് റസൂലുള്ളാഹിനെ. ആ റസൂലുള്ളാഹിന്റെ കൂടെ നിന്നവരവരെ. സവാദ് റളിയല്ലാഹു അൻഹു സ്വഫങ്ങനെ ശരിയാക്കുമ്പോ
റസൂലുള്ള കയ്യിലെ വടികൊണ്ട് ഇങ്ങനെ തട്ടി. അദ്ദേഹത്തിന്റെ വയറിൽ തട്ടി. സ്വഫിന് വളരെ പ്രാധാന്യം ഇസ്ലാമില്, യുദ്ധത്തിലും നിസ്കാരത്തിലും. സ്വഫ് പൂർത്തീകരിച്ചില്ല, ജമാഅത്തിന്റെ മഹത്വം തന്നെ പോവല്ലേ. അതുകൊണ്ടാണ് ഗ്യാപ്പില്ല നിൽക്കണമെന്ന് പറഞ്ഞ്, കാലുകൾ ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ്. നമ്മൾ കാല് കിബിലക്ക് അഭിമുഖമാക്കി നോക്കി എത്ര സുന്ദരമായിട്ട് സ്വഫുകളെ കെട്ടാൻ പറ്റും അല്ലേ. ആ വടി അദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്ത് തട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു, റസൂലേ, അങ്ങന്റെ ശരീരത്തിൽ അടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അങ്ങയോട് എനിക്ക് പ്രതികാരം ചെയ്യണം നബിയേ. അള്ളാന്റെ മുത്ത് റസൂല് വടി അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, സവാഹാദന്റെ ശരീരത്തിലൂടെ നിനക്ക് പ്രഹരിക്കാവുന്നതാണ്. അവിടുന്ന് സഹാബത്ത് പല്ലിറുക്കുന്നുണ്ട്, ദേഷ്യം കാണിക്കുന്നുണ്ട്. ഒരു നീതിമാനായ ഭരണാധികാരിയെ കാണണോ? ഇത് സവാഹാദിനുള്ള അവകാശമാണ്. അള്ളാന്റെ ഹബീബിനോട് സവാദ് പറയാണ്, റസൂലേ, അങ്ങനെ അടിക്കുമ്പോ എന്റെ ശരീരത്തിലെ കമീസിന്റെ മറയില്ല, അതുകൊണ്ട് തന്നെ അങ്ങയുടെ കമീസ് ഊരി മാറ്റണമെന്നാണ്. അള്ളാന്റെ ഹബീബിന്റെ കമീസ് അങ്ങ് ഊരി മാറ്റുമ്പോ ഉള്ളു ചുകന്ന വെള്ളപ്പൂമീനി സവാദ് റളിയല്ലാഹുവിന് വടി വലിച്ചെറിഞ്ഞ് അള്ളാന്റെ റസൂലിനെ വാരിപ്പുണരുകയാണ്. അങ്ങേ ഞാൻ മർദ്ദിക്കാനോ, അങ്ങേ ഞാൻ അടിക്കാനോ? റസൂലേ, ഒരുപക്ഷെ ബദറിന്റെ രണഭൂമിയിലൂടെ ഞാൻ ഷഹീദായേക്കാ, അതിനു മുമ്പ് അങ്ങേ വാരിപ്പുണരാനുള്ള കൊതി കൊണ്ടാണ് നബിയേ. അവിവേകമാണെങ്കിലോ എന്നോട് പൊറുക്കണേ റസൂലേ. എന്റെ തെറ്റുണ്ടെങ്കിൽ എനിക്ക് പൊറുച്ചു തരണം. അത്ര വലിയ സ്നേഹം കാണാം നബിയോട്. മറ്റൊരു വിഷയം ബദർ നൽകിയത് തവക്കുല, അള്ളാന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ളൊരു പാടാണ്. അതുണ്ടാവണം ജീവിതത്തിൽ. സഹാബത്ത് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണ്? ഇമാം മുസ്ലിം സ്വഹീഹിലും റിയാദുസ് സാലിഹിലൊക്കെ ഹദീസ് കാണാം. ആകെ കുറച്ചാളല്ലേ ഉള്ളൂ, ഒരു ജനം തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു മതിയായവനാണ്. ഞങ്ങളുടെ ആയുധങ്ങളില്ലേ വേണ്ട, ആളുകളില്ലേ വേണ്ട, മെലിഞ്ഞൊട്ടിയ ശരീരമാണോ ആയിക്കോട്ടെ, വിശപ്പാണ് പട്ടിണിയാണോ ഞങ്ങൾ സഹിച്ചോളാ, പക്ഷെ ഞങ്ങൾക്കൊരു കരുത്തുണ്ട്. ആരാണെന്നറിയോ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. പഠിച്ചോണ്ട് ബദർ നൽകിയ പാഠതാണ്. ആ സഹാബത്തെ വിട്ടിട്ടില്ല. നിങ്ങൾക്കറിയാം, ഉഹദിന്റെ രണഭൂമിയില് 70ഓളം വരുന്ന സഹാബ ഷഹീദായി. പലരും അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടു. റസൂലുള്ളാഹി വരെ രക്തത്തിലൂടെ കുളിച്ചു നിൽക്കാണ്, മുറിവുകളും ശരീരങ്ങളുമായി. അവിടെയുള്ള സ്വഹാബത്തിന് മുഴുവനും കിടങ്ങു കുഴിച്ചിട്ട് വേച്ച് തിരിച്ചു നടക്കുമ്പോ അവര് പറഞ്ഞു, വീണ്ടും ഇതാ രണ്ടാമതൊരു അറ്റാക്ക്. നിങ്ങൾക്ക് നേരെ ശത്രുക്കൾ ഇതാ കടന്നു വരുന്നു. നേരെ നിവർന്നു നിൽക്കാൻ വയ്യ, വേച്ച് നടക്കുന്നവരാണ്. പക്ഷേ അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇനിയും ഇവിടെ സംഘപരിവാറിന്റെ ഭരണങ്ങൾ ആവർത്തിച്ചാൽ മുസ്ലിങ്ങൾ എന്താ കാട്ടാൻ? പ്രിയമുള്ളവർ, അവിടെയാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. നമ്മളുടെ ഹൃദയം ഒരു തരിമ്പ് പോലും അസ്വസ്ഥമാവാൻ പാടില്ല. അതിനാണ് തവക്കുൽ എന്ന് പറയാം. ഹൃദയം ശാന്തമാണ്, പക്ഷെ കൈകാലുകൾ പ്രവർത്തിക്കണം. ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം, പ്രവർത്തിക്കാനുള്ളതൊക്കെ പ്രവർത്തിക്കണം. പക്ഷെ മനസ്സിലൊരു ഭയമോ അസ്വസ്ഥതയോ നമുക്കുണ്ടാവേണ്ട കാര്യമില്ല. കാരണം മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് ആരുണ്ട്? അല്ലാഹുണ്ട്. ഫിറഔനിനെ ചെങ്കടലിന്റെ മുമ്പിൽ മൂസാ നബിയെ കൊല്ലാനായി ഫിറഔനിന്റെ പരിവാരങ്ങൾ വരുമ്പോ മുന്നിൽ കടലാണ്, പിന്നിൽ പട്ടാളമാണ്. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ റബ്ബുണ്ട്, അല്ലാഹ് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ കടലിനെ പിളർത്തി അല്ലാഹ് ഹയ്യാണ്. കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ ചിറകരിഞ്ഞ് വീടുമാറ് ചൂടുള്ള നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയുമ്പോ അവിടുന്ന് ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്കെന്റെ റബ്ബുണ്ട്. ഇത് കേട്ടില്ലേ? ഫലസ്തീൻ എന്ന് കേട്ടില്ലേ? പാതി ഇടിഞ്ഞു വീണ ബിൽഡിങ്ങുകൾക്ക് താഴെ നെഞ്ചും തലയും മാത്രം പുറത്തു കാണുന്ന, മരണത്തോട് മല്ലടിക്കുന്ന ഫലസ്തീനിന്റെ യുവത അവരുടെ ചുണ്ടുകളെ കൊണ്ട് പറയുന്നു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഉമ്മാന്റെ ജനാസക്ക് ധാര 3 മക്കള്. മൂത്ത കുഞ്ഞിന് 9 വയസ്സ് പ്രായം വരെ.
അവിടുന്ന് താഴെയുള്ള മക്കളോട് പറയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. മരണത്തോട് മല്ലടിക്കുന്ന അനിയനോട് ജ്യേഷ്ഠനായ മോന് പറഞ്ഞു കൊടുക്കാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. രണ്ട് ഭാഗത്തേക്ക് മുടിമുടഞ്ഞു വെച്ച ഓമനത്തം തുളുമ്പുന്ന കുഞ്ഞുമോളുടെ ജനാസ കഫംപടവയിലേക്ക് വെച്ചു കൊടുക്കുമോ ആ മനുഷ്യന്റെ ചുണ്ട് വരച്ചില്ല, കണ്ണ് നിറഞ്ഞൊലിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്. നാപ്പാമ്പൊമ്പുകളെ കൊണ്ട് തലയോട്ടിയുടെ പാതി പോയ കുഞ്ഞുമോന്റെ ജനാസ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് വാപ്പ് വിരൽ ചൂണ്ടി ആകാശത്തിനോട് വിരൽ ചൂണ്ടി പറഞ്ഞു, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. അനസ്തേഷ്യക്ക് മരുന്നില്ലാതെ പച്ചയായ ശരീരങ്ങളിൽ നിന്ന് അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ അവര് പറഞ്ഞ വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ്. എവിടെന്ന ഈ പാഠം? ബദറിന്റെ ഊശ്വര മരുഭൂമിയില് ആരുല്ലേ, ഒന്നുമില്ലേ, പക്ഷെ ഞങ്ങൾക്ക് അല്ലുണ്ട്. ഈ തവക്കുലുണ്ടാവണം. വെറുതെ റമദാനുകളും ബദറിന്റെ ചരിത്രങ്ങളും കടന്നു പോയാൽ പോരാ. മറ്റൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ ബദറുണ്ടായേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നെഞ്ചിൽ കുത്തിവെക്കണം. വിഷമം തോന്നും ആളുകള് ബദരീങ്ങളോട് ചോദിക്കുമ്പോ, അവരോട് സഹായം തേടുമ്പോ, ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, കടം വീട 313 ബദരീങ്ങളെ വിളിച്ചോന്ന് പറയുമ്പോ ആരാ ബദരീങ്ങളെന്നറിയോ? ഒന്നുമില്ലാതെ ആ രണഭൂമിയിലേക്ക് അവരെത്തിപ്പെടുമ്പോ അല്ലാഹ് പറഞ്ഞില്ലേ, ഇത് നിർഭയത്വത്തോടുകൂടെ എല്ലാവരെയും അല്ലാഹു ഉറക്കി കിടത്തുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാണ്? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോ കൈകളിങ്ങനെ മുന്നിലൂടെ പിടിക്കുന്നവരുണ്ട്. മുഖത്തിന് നേരെ പിടിക്കാവുന്നതാണ്. മഴയ്ക്ക് വേണ്ടി ഒരു വിരൽ അല്ലാഹുവിന്റെ റസൂൽ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ബദറിന്റെ രണഭൂമിയിൽ കച്ചത്തിന്റെ വെള്ള കാണുമാർ ഇരു കരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചു കരഞ്ഞ കണ്ണോടുകൂടെ തേടിയില്ലേ, അല്ലാഹുവേ ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ, ഈ കുഞ്ഞു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാര് വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ, കൊച്ചുമദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന് പേടിയല്ല. മറിച്ചിലും തുഅബദ് അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണുമിഴിക്കുമ്പോ കാണുന്നത് എന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഷോൾഡറിൽ നിന്ന് തട്ടം പോലും താഴെ വീണിരിക്കുകയാണ്. പിന്നിൽ നിന്ന് വാരിപ്പണർന്നിട്ട് പറയുന്നുണ്ട്, മതി റസൂല്, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാ ബദരീങ്ങൾ അവരുടെ കയ്യും കാലം കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ ബദരീങ്ങളോട് സ്നേഹമുണ്ടോ ഹൃദയത്തിന്റെ കോണില്? എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ്, അവര് ദുആ ചെയ്ത അല്ലാഹ്, അവർ ഇസ്തിആസ ചെയ്ത അല്ലാഹ്, ആ റബ്ബിനോട് ചോദിക്കാൻ. അതല്ലേ ബദരീങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കി ഹക്കിന്റെ മാർഗത്തിൽ ബദറിന്റെ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. صلي وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد, اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ബദറിൽ നൽകിയിട്ടുള്ള ചില പാഠങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങേയറ്റത്തെ ക്ഷമയും, നിങ്ങളതൊക്കെ ബദർ യുദ്ധത്തിൽ ബന്ദികളായി കിട്ടിയ മക്ക മുശ്രിക്കീങ്ങളോട് പോലും
വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ എന്നൊരായത്തുണ്ട് സൂറത്ത് ദഹ്റ. അതിന്റെ തഫ്സീറിൽ കാണാം, ഇഷ്ടപ്പെട്ട ഭക്ഷണം ബന്ധനസ്ഥർക്കും പാവങ്ങൾക്കൊക്കെ നമുക്കിഷ്ടമുള്ളതോടൊപ്പം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ മക്കയിലെ ആ യുദ്ധത്തിൽ മക്കയിൽ നിന്ന് വന്ന മുശ്രിക്കീങ്ങളെ ബന്ധിച്ചപ്പോ സ്വഹാബത്ത് അവർക്കിഷ്ടമുള്ള ഭക്ഷണം പോലും എന്ത് ചെയ്യാണ് കിട്ടിയപ്പോ അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവങ്ങൾ. കാരണം ഇസ്ലാമിൽ എത്ര മാതൃക എന്നറിയും. യുദ്ധത്തിൽ ശത്രു ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ കൊല ചെയ്യപ്പെട്ടാൽ ആ ബോഡിയോട് നിങ്ങൾ ആദരവ് കാണിക്കണമെന്ന, പിന്നെ അതുമേ വികൃതാക്കാൻ പാടില്ല എന്ന. അവർ ബന്ധനസ്ഥരായപ്പോ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാം. ആരോടെന്നറിയോ? ഷാബു അബൂ താലിബ് താഴ്വരയിൽ മൃഗങ്ങളെപ്പോലെ ഉപരോധിച്ചവരോട്, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്തവരോട്, കൊണ്ടുവന്നവരെ തടഞ്ഞവരോട്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടൊന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞ സഹാബത്തിന്റെ ജീവിതം. ആടുകളെപ്പോലെ പച്ചിലെന്ന് ജീവിക്കേണ്ടി വരുന്ന അന്നത്തെ ആ ഉപരോധം ഏർപ്പെടുത്തിയ ആളുകളെയാണ് ഇന്ന് കയ്യിൽ കിട്ടിയത്. മഹനീയമായ മാതൃകകൾ പഠിക്കാൻ ഒരുപാടുണ്ട്. ഇന്ന് വേദനയോടുകൂടെ പറയാം, ഈ ബദരീങ്ങളുടെ ആണ്ട് റസൂലുള്ളാഹിയുടെ ഇതര 2ാം വർഷം നടന്നേ. റസൂൽ വിട പറയുന്നത് വരെ മിനിമം 8 ബദരീങ്ങൾ ആണ്ടുണ്ടായിരുന്നു. റസൂൽ ആഘോഷിച്ചിട്ടില്ല, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല, താബീങ്ങൾ ആഘോഷിച്ചിട്ടില്ല, തബൂ താബീങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ഇന്നും നമുക്ക് ബദർ കണ്ടാൽ അറിയാം, അവിടെ പ്രത്യേകമായ ഒരു ആഘോഷങ്ങളൊന്നും ഇപ്പോഴും അവിടെ ഇല്ല. മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബദർ മൗലിദ് ബദർ ബൈത്ത് എന്നൊക്കെ പറഞ്ഞ് പാടണത് ഹാജിയാരുടെ വീട്ടിലെ ചട്ടിങ്കാലവും കാക്കാൻ വേണ്ടി ബദരീങ്ങൾ വന്നു എന്നാണ് ബദർ മൗത്തിലെ 2ാമത്തെ ഹിക്കായത്തിലൊരു കഥ. അതവരെ കൊച്ചാക്കി കാണലാണ്. കാട്ടിലെ കൊള്ളക്കാര് ചാടി വീണപ്പോ 313 പട്ടാളക്കാര് യുദ്ധം ചെയ്യാൻ സ്വപ്നത്തിൽ കൂടെ വന്ന മന്ത്രികുമാരന്റെ കഴുത്തറക്ക. 2ാമത്തെ ഹിക്കായത്തിൽ പറഞ്ഞ 3 കള്ളക്കഥകളാണ്. നിങ്ങൾ നോക്ക്, ഹാജിയാരുടെ ചട്ടിങ്കാലം ഹാജിയാർ യാഹല ബദർ ഷുഹദ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോ അയാൾ ഹജ്ജിന് പോയ സമയത്ത് അതും ഇത് ഉദ്ധരിക്കുന്ന ആളാരെന്നറിയാം, കൊള്ള നടത്താൻ വന്ന കൊള്ളത്തലവും പറയാൻ, ഞങ്ങളിങ്ങനെ വാളും പരിചയം കൂട്ടിയടിക്കുന്ന കേട്ടല്ലോ, 3 ദിവസത്തെ തന്നെ ഞങ്ങൾക്ക് കൊള്ള നടത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അയാൾ പറയും, നിങ്ങളുടെ വീട്ടിൽ ഞാൻ അതും യാഹല ബദർ ഷുഹദ എന്ന വീട്ടിൽ എഴുതി ഒട്ടിച്ചപ്പോ ബദരീങ്ങൾ വന്നതാണ്. നിങ്ങളറിയോ, ഉമർ റളിയല്ലാഹു രാജ്യം ഭരിക്കുമ്പോ അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഗവർണറായ സയദ് റളിയല്ലാഹു ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ഗവർണർ ഖലീഫക്ക് ലെറ്റർ എഴുതി, മോഷണന്റെ ഖജനാവെന്ന്, ഖജനാവ് പള്ളിക്ക് മാറ്റണമെന്ന ഖലീഫയുടെ ഓർഡർ. ഇതാണ് ഒറിജിനൽ ബദരീങ്ങൾ. നമ്മൾ ഉണ്ടാക്കുന്നവരല്ല. ബദരീങ്ങളിൽപ്പെട്ട പലരും പ്ലേഗ് രോഗം വന്ന് മരണപ്പെട്ടവരാ. പിന്നീട് അവരുടെ ധീരതയാണ്. അവർ പോയ നാട്ടിൽ പ്ലേഗ് പടർന്നപ്പോ ഉമർ എന്ന ഭരണാധികാരി അവർക്ക് ലെറ്റർ എഴുതി, നിങ്ങൾ തിരിച്ചു വരണം. അവർ പറഞ്ഞു, ഉമർ, റസൂലുള്ളാഹിന്റെ കൽപ്പന ഉണ്ട്, ഒരു നാട്ടിൽ രോഗം ഉണ്ടായാൽ ആ നാട്ടിലേക്ക് പോകാൻ പാടില്ല, ആ രോഗമുള്ള നാട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പാടില്ല, വേറെ നാട്ടിലേക്ക് രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അള്ളാന്റെ ഖളാ ഇത് വന്ന് മരിക്കലാണെങ്കിൽ ഞങ്ങൾ അതിന് അഭിമുഖീകരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അത് സമ്മതിച്ചു കൊടുത്തു. നിങ്ങളൊക്കെ അവര് ആ രോഗത്തിന് എന്നിട്ട് നമ്മളിപ്പോ ഈ പ്ലേഗ് പിന്നെ വബ ഒക്കെയും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഇരുന്ന് പാടുകയാണ്. നാളത്തെ ദിവസം നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ നല്ല നോമ്പ് തുറ നടത്തണേനോ നല്ല ഭക്ഷണം ഉണ്ടാക്കിയനോ ഒന്നുമല്ല നമ്മൾ പറയണേ, ബദരീങ്ങളുടെ പേര് പറഞ്ഞ് കഴിക്കുമ്പോഴാണ്. നമ്മൾ ഈ ആഹ്ലാദിക്കുന്ന ദിവസം അവര് മുറിവേറ്റ് കിടക്കായിരുന്നു. നമ്മൾ ഈ ആഹ്ലാദിക്കുന്ന ദിവസം അവരുള്ള കാരക്ക അതുകൊണ്ട് ചീളുകളാക്കി ഓഹരി വെക്കായിരുന്നു. നമ്മൾ അവരുടെ പേരിൽ ആഹ്ലാദിക്കുന്ന ഈ സമയം അവരവിടെ ബദറിന്റെ രണഭൂമിയില് ഖബർ കുഴിക്കായിരുന്നു. ഹൽദിന്റെ ഖബറുകള്, ഉള്ളു തുറന്ന് ഖബറുകൾ ഉണ്ടാക്കി അവരുടെ വേദനകളും യാതനകളും അവർ അനുഭവിക്കായിരുന്നു. പക്ഷെ നമുക്കതൊന്നും തലേ കയറിയില്ല. നമ്മൾ ഇതൊക്കെ ഒരു ആഘോഷത്തിന്റെ പകിട്ടിലേക്ക് അതിനെ മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ഒരു ബോധം. എന്താ ബദർ, ആരാ ബദരീങ്ങൾ, എന്തിനു പോരാടി? നെഞ്ചോട് ചേർക്കണേ ബദരീങ്ങളെ. അവരുടെ ആദർശത്തിന് ചേർത്ത് വച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഒരു വക്കം ക്ലീനർ നമുക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ കളക്ഷന്റെ പോലെ ആവശ്യമുണ്ടാവാത്ത രൂപത്തിൽ ഒരു സഹോദരൻ അതിനെ ഏറ്റെടുക്കേണ്ടായത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട്. അൽഹംദുലില്ലാഹ്, കേരളത്തിലെ ഒരുപാട് പള്ളികൾക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് പണമൊഴുകിയിട്ടുണ്ട്. പറഞ്ഞാലും മടിയില്ലാതെ എടുത്തു കൊടുക്കാൻ നമ്മൾക്ക് മനസ്സുണ്ടാവലുണ്ട്. ഒരുപക്ഷെ ഒരു കളക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെയും അതിനെ ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു മദ്രസ പോലും ഒരു വ്യക്തി തന്നെ ഏറ്റെടുത്ത് മുഴുവനായി തീർത്തു കൊടുക്കുന്ന സാഹചര്യം നമ്മുടെ പള്ളിയിലുണ്ടായി. ആരും അറിയാത്ത രൂപത്തിൽ. അല്ലാഹു അതൊക്കെ നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ.
അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഏകദേശം മറ്റു 3ഓളം പള്ളികളാണ് നമ്മളിൽ നിന്ന് വീണ്ടും മാറി മാറി പള്ളികളൊക്കെ വന്ന് അൽഹംദുലില്ലാ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ. ഒരു തരിമ്പ് പോലും നമ്മൾ പുറത്തേക്ക് പോകരുത്. വഖഫുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, എനിക്ക് ഭൂമിയുണ്ട്, അത് ഞാൻ ഈ തഖ്വ മസ്ജിദിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്യാണ് എന്ന് പറഞ്ഞ് നമുക്ക് വഖഫ് തന്നവരാണ്. ആ വ്യക്തി ഇന്ന് ഈ അടുത്ത കാലത്ത് ഖബറിൽ ആയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഅഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ അവസരങ്ങളും നമ്മുടെ പള്ളിയുടെ വിഷയം നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഏകദേശം 42,000 രൂപ ശരാശരി ഒരു മന്ത്ലി ഈ പള്ളി നടന്നു പോകണം. നമുക്കറിയാം, ഒരു ഗ്രാമത്തിലെ പള്ളിയോ വീട്ടുകാരെ വരിചേർക്കുന്ന പള്ളിയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ സോളാറും ഇവിടുത്തെ സൗകര്യങ്ങളുമൊക്കെ നമ്മൾ തന്നെ അകമഴിഞ്ഞ് ചെയ്തവരാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്ന നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടെ നമ്മൾ സഹകരിക്കുക. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. അതുപോലെ തന്നെ അവസാന 10 നമ്മളിലേക്ക് വരാൻ ഒരു അലസതയോ ഒരു മടിയോ നമ്മളെ പിടികൂടരുത്. ഖിയാമുൽ ലൈലിനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇനി പകലിരിക്കാൻ കഴിയാത്തവരെ രാത്രിയിലെങ്കിലും, ഇപ്പൊ ജോലി തിരക്ക്, കുടുംബം മുന്നോട്ട് പോകാൻ പ്രയാസമുള്ളവരെ രാത്രി സമയമെങ്കിലും ഈ പള്ളിക്ക് മാറ്റണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖിയാമുൽ ലൈലിന് ജമാഅത്ത് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. രാത്രിയിൽ പിന്നെ ഇവിടെ ഖിയാമുൽ ലൈലുകൾ നടക്കും അവസാന 10. അതുകൊണ്ട് നമ്മൾക്ക് അവസരങ്ങളുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. അള്ളാഹു ഈ റമദാൻ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാക്കി മാറ്റാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി എന്നെ കുറെ ഉൾപ്പെടുത്തണേ എന്നുള്ള ദുആ വസിയത്തോടുകൂടെ അള്ളാഹുവേ കബൂൽ ചെയ്യണേ അള്ളാഹ്, സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവേ പരലോകത്തൊരു മുതൽക്കൂട്ടായി നൽകണേ അള്ളാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين وفي غزة وفي لبنان وفي الخليج يا رب العالمين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم تقبل منا صيامنا وركوعنا وسجودنا. اللهم تقبل منا ربنا تقبل منا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا واغفر لنا